ഞാൻ എൻ്റെ മെഹന്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ മെഹന്തി മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ പെട്ടു. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ മെഹന്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താണെന്നൊരു തോന്നൽ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് മാത്രവുമല്ല മെഹന്തി വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. അന്നേരം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെഹന്തി വരച്ചു കൊടുക്കുന്നെങ്കിലും ഞാൻ പ്രൊഫഷണൽ ആക്കിയിട്ടില്ല. ഞാൻ 11th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുപാട് ബ്രൈഡ്സിനൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. കസിൻസിനും ഫ്രണ്ട്സിനും ടീച്ചർമാർക്കും ഒക്കെ നെയ്ബേഴ്സിനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി, അതും ഇതും ഒരു പ്രൊഫഷണൽ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും എനിക്കില്ലായിരുന്നു. അങ്ങനെ എനിക്കറിയാവുന്നവരടുത്തൊക്കെ തിരക്കിയെങ്കിലും ആരും തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ അവർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് തരാൻ തയ്യാറാവത്തില്ല. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയാനോ ഒന്നും തയ്യാറാവത്തില്ല. അന്നേരം നമ്മളിലേക്കുള്ള വഴി നമ്മളാണ് കണ്ടെത്തുന്നത്. എനിക്ക് ഒരാഗ്രഹം തോന്നി. ഞാൻ അവരെ കയ്യിൽ നിന്ന് തന്നെ ബിഗിനേഴ്സ് കിറ്റ്, ആ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ ചെയ്തവരുടെ കയ്യിൽ ബിഗിനേഴ്സ് കിറ്റ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിച്ച് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം വാങ്ങിച്ച ആ ഒരു കിറ്റിൽ 14 കോൺസ് ഉണ്ടാക്കി ഞാൻ അതത്രയും സെയിൽ ചെയ്തു. പക്ഷേ അതിനകത്ത് വലിയ സ്റ്റെയിൻ ഇല്ലായിരുന്നു, റേറ്റ് കൂടുതലായിരുന്നു, അങ്ങനെയൊക്കെ പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ സെർച്ച് ചെയ്ത് എൻ്റെ ഡീലേഴ്സിനെ കണ്ടെത്തി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ ഇപ്പം ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏത് ബിസിനസ് തുടങ്ങാനാന്ന് പറഞ്ഞാലും എന്ത് തുടങ്ങാൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമുക്ക് നമ്മുടെ വഴി നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ആരും പറഞ്ഞു തരത്തില്ല, ആരെയും ഒരു ഹെൽപ്പ് കാണത്തില്ല. നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തായാലും നമുക്ക് ഒരു റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ മടിച്ച് നിൽക്കല്. പുറകെ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മളുടെ മുന്നോട്ടുള്ള ആ ഒരു വഴിയിലേക്ക് തന്നെ നമ്മൾ നോക്കി നമ്മൾ മുന്നോട്ട് തന്നെ മുന്നേറുക. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അന്നേരം അതിന് എഫേർട്ട് എടുത്ത് നമ്മൾ അതിലേക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരുമ്പം ഉള്ള ഒരു സന്തോഷം അതും വേറെ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.